ഓം ശാന്തി. ഈ മനുഷ്യ ജീവിതത്തിൽ ഈശ്വരൻ തന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ മനസ്സ് തന്നെയാണ്. സമയകാല ബന്ധനങ്ങൾക്കുപരിയായി എവിടേക്ക് വേണമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും എന്തനുഭൂതി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന അത്രയും അമൂല്യമായിരിക്കുന്ന ഗിഫ്റ്റാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പക്ഷേ ഈ മനസ്സിനെ ശരിക്കും അറിഞ്ഞുപയോഗിക്കുകയാണെങ്കിൽ ആ മനസ്സിന് എന്ത് മാജിക്കും ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ മാജിക്കാണ് പോസിബിലിറ്റി മൈൻഡ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും അതിലെല്ലാം തന്നെ ഒരു പോസിറ്റീവായിരിക്കുന്ന കാര്യത്തെ കാണാനും അതിലും തൻ്റെ ചാൻസിനെ കണ്ടെത്താനും ഏത് തോൽവിയിൽ നിന്നും തനിക്ക് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കണ്ടെത്താനും ഒരു മനുഷ്യന് സാധിക്കുന്നത് ഈ ഒരു മനോഭാവം കൊണ്ടാണ്. ഒരു ജോലി പോയത് കൊണ്ട് 10 ജോലി തരാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ, ഒരു ന്യൂ ബിഗിനിങ്ങിനൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മനോഭാവം, ഇതിൻ്റെ പേരാണ് പോസിബിലിറ്റി മൈൻഡ്. ഇത് തന്നെയാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നതും. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും മനസ്സ് മടുത്തുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ ലിസ്റ്റാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അതെന്തുകൊണ്ടെന്നറിയോ? പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ്റെ പ്രഥമമായിരിക്കുന്ന ചിന്തകൾ അവന് ഊർജവും ശക്തിയും മനസ്സിന് ഉന്മേഷവും നൽകുന്നതാണ്. ആ കാര്യത്തിൽ ഒരു മനുഷ്യന് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് മുന്നോട്ടുള്ളതായിരിക്കുന്ന യാത്രയിൽ തടസ്സങ്ങളാകുന്നത്. അതുകൊണ്ട് മനസ്സിനെ ഒരു പോസിബിലിറ്റി മൈൻഡാക്കാൻ അഥവാ ചാൻസ് കണ്ടെത്താനുള്ളതായിരിക്കുന്ന എന്തിലും ഒരു നല്ല കാര്യം കണ്ടുകൊണ്ട് ഒരു ചാൻസാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവണമെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു ദിവസത്തിൻ്റെ ആരംഭം ദ ബെസ്റ്റായി തന്നെ നമ്മൾ തുടങ്ങണം. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നാൽ പ്രഭാതത്തിലെ നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 ശീലങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. എന്നാലും ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടി കണ്ണു തുറക്കാനായി, ഈ ഭൂമിയിൽ തൻ്റെ കർമ്മപഥത്തിലൂടെ കുറേ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ കണ്ണ് തുറന്നതും ഭഗവാനോട് താങ്ക്സ് പറയണം. ഒരു ജീവൻ കൂടി, ഒരു ദിവസം കൂടി നീ എനിക്ക് തന്നല്ലോ. മനസ്സിൽ ഈശ്വരനോടുള്ള നന്ദി നിറഞ്ഞിരിക്കണം. ഈ ഒരു നല്ല പ്രപഞ്ചത്തിൽ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല കൂട്ടം തരുന്ന എൻ്റെ എല്ലാവർക്കും, ആരൊക്കെ എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ ആ സമ്പർക്കത്തിൽ വരുമോ അവർക്കൊക്കെ തന്നെ നമ്മൾ താങ്ക്സ് പറയണം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട്. ഈ ജന്മം, ഈ ഒരു യാത്ര തുടരാൻ വേണ്ടി ആവശ്യമായ ഏറ്റവും വലിയ മൂലധനമായ ശരീരം തന്ന ആ മാതാപിതാക്കളോട് നമ്മൾ നന്ദി പറഞ്ഞിരിക്കണം. എല്ലാവരോടും നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണെങ്കിൽ എല്ലാ തിന്മകളും അതിൽ നൊളിച്ചോടിപ്പോകും. എല്ലാവരോടുള്ള നന്ദി ഹൃദയത്തിൽ നിറയുമ്പോൾ നന്മ കൂടെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് എല്ലാ പ്രോബ്ലവും മാറി എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് ശാന്തമായ ഒരു ഉപബോധ മനസ്സിലൂടെ ഒരു ആരംഭം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു പരിധി വരെ അന്നത്തെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ആരംഭം ദ ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തോട്ട് പവർഫുൾ പോസിറ്റീവ് തോട്ടാണ് ഈശ്വരനോടുള്ള നന്ദി, മനുഷ്യനോടുള്ള നന്ദി, ഹൃദയം സന്തോഷം കൊണ്ട് വിദീർണമാകുന്ന നിമിഷം. എന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ, അന്നത്തെ ദിവസം മുഴുവൻ ദ ബെസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യത്തിനോടും ഈശ്വരനോട് നന്ദി പറയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ മനസ്സ് ഭഗവാനോടുള്ള നന്ദി കൊണ്ട്, നമ്മുടെ സഹയോഗികളോടുള്ള നന്ദി കൊണ്ട്, ഈ ജീവിക്കാൻ ഈ വായു, ഈ വെള്ളം, ഇതെല്ലാം തന്ന പ്രപഞ്ചത്തോടുള്ള നന്ദി നിറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിനുള്ളിൽ മാജിക് സംഭവിക്കും. എത്ര തന്നെ ആരോട് ദേഷ്യം ഉണ്ടെങ്കിലും, തലേദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ തല്ലൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ അവിടെ അസ്തമിക്കും. അവരോടുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പവർഫുള്ളായിരിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളറിയാതെ അവരിൽ എത്തിച്ചേരും. അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരും. സ്വാഭാവികമായി തന്നെ പോസിറ്റീവ് എനർജി മൂവ്മെൻറ്റ് പോസിറ്റീവ് എനർജിയുടെ മൂവ്മെൻറ്റായി മാറും. എങ്കിൽ എന്തിലും നന്മ കാണുന്ന ഒരു മനോഭാവം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊന്ന് പെർസിവിയറൻസ് മൈൻഡ് എന്ന് പറയും. ജീവിതത്തിൽ എല്ലാം സംഭവിക്കുമ്പോഴും ആ ചെയ്യുന്ന കർമ്മത്തിൽ ദൃഢതയോടെ നിരന്തരമായി തൻ്റെ കർമ്മം ചെയ്യാനുള്ള മനോഭാവം.
പരീക്ഷ കൂടാതെ ആരും തന്നെ പാസ്സാവാറില്ല. തൻ്റെ ഉയർന്ന ലക്ഷ്യത്തിനു വേണ്ടി കാലുവെച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം IAS കാരനാവണമെന്നുണ്ടെങ്കിൽ അതുപോലെ പഠിക്കണം, അതുപോലെ വലിയ പരീക്ഷ പാസ്സാകണം, അതുപോലുള്ള ഹഡിൽസിലൂടെ മുന്നോട്ട് പോകണം, എങ്കിലേ ഒരു നല്ല IAS കാരനാവാൻ പറ്റൂ. ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത കർമ്മപദം ഏതു തന്നെയാണെങ്കിലും അതിൽ ഉയർന്ന ഒരു ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രകൃതി നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇവൻ യോഗ്യനാണോ, യോഗ്യനല്ലാത്ത ഒരാളെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കയറ്റാറില്ല. ജീവിതത്തിൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കയറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, നമ്മുടെ കർമ്മം നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിപരീത സാഹചര്യങ്ങളിൽ മനസ്സ് മടുക്കാതെ ദൃഢമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തൻ്റെ തോട്ട്സിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതിന് വേണ്ടതായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. നമ്മൾ പറയും യുധിഷ്ഠിരൻ, പഞ്ചപാണ്ഡവന്മാരിൽ മൂത്ത ആൾക്ക് യുധിഷ്ഠിരൻ എന്ന് പേര് വയ്ക്കാൻ കാരണം എന്താണ്? യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്നവൻ. മറ്റുള്ളവരോടുള്ള യുദ്ധത്തിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിപരീതമായ സാഹചര്യങ്ങളോട്, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന തിന്മകളോട് ഈ ജീവിതമാകുന്ന യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കാനുള്ള സ്ഥിതപ്രജ്ഞരാകാൻ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ കർമ്മത്തിൽ പൂർണ്ണമായ ശ്രദ്ധയോടും സമർപ്പണത്തോടും കൂടി ഈശ്വരൻ്റെ നിയോഗമെന്ന ഭാവത്തോടെ മുന്നേറുകയാണെങ്കിൽ ഈ രണ്ട് മൈൻഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നൊരു പോസിബിലിറ്റി മൈൻഡ്, മറ്റൊന്ന് പെർസിവിയറൻസ് മൈൻഡ്. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളും പതറാതെ മുന്നോട്ട് പോകുന്നവർ വീണേക്കാം, പക്ഷേ അവർ വീണെടുത്ത് എഴുന്നേറ്റ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വീഴുമോ എന്ന ഭയത്തിൽ നടക്കാതിരിക്കുന്നവർ ഒരിക്കലും ലക്ഷ്യത്തിലെത്താറില്ല. ഇടയ്ക്ക് വീണാലും എഴുന്നേറ്റ് നടക്കുന്നവർ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തും. അതുകൊണ്ട് മനസ്സിൻ്റെ മാജിക്കിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രഭാതത്തിൽ ഉണർന്ന് ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞ് മനസ്സിനെ ഫുൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു മൈൻഡാക്കി മാറ്റിക്കൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും നിരന്തരമായി തൻ്റെ കർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ്. ആ ഒരു മാജിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.